നമസ്കാരം. എലവേറ്റ് കൊമേഴ്സിൻ്റെ മെൻറ്റർ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ജോലി അന്വേഷിക്കുന്നവർക്കും വിദ്യാർത്ഥികൾക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഒരു അക്കൗണ്ടൻറ്റിനുണ്ടാവേണ്ട ക്വാളിഫിക്കേഷൻസ്, ഒരു അക്കൗണ്ടൻറ്റിനുണ്ടാവേണ്ട സ്കിൽ സെറ്റ് എന്തൊക്കെയാണ്? വളരെ ചെറുതെന്ന് തോന്നുമെങ്കിലും ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച്, ഒരു അക്കൗണ്ടൻറ്റിൻ്റെ കരിയറിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 3-4 പോയിന്റുകൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി ഡിഗ്രി വിദ്യാഭ്യാസം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ പൂർത്തിയാക്കുന്ന ഒരാൾ ഒരു കമ്പനിയിൽ അക്കൗണ്ടൻ്റ് ആയാൽ എത്രത്തോളം അദ്ദേഹത്തിന് ആ കരിയറിൽ വിജയിക്കാൻ കഴിയും എന്നത് വലിയ സംശയമാണ്. കാരണം ഈ പ്രാക്ടിക്കൽ സ്കിൽസ് എന്ന് പറയുന്ന അക്കൗണ്ടിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല നമ്മുടെ യൂണിവേഴ്സിറ്റി സമ്പ്രദായം, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം കവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എംപ്ലോയബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്ന ഈ പ്രാക്ടിക്കൽ സ്കിൽസ് നമ്മൾ മറ്റിടങ്ങളിൽ നിന്നും നേടിയെടുക്കേണ്ടി വരുന്നു. അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് വിദ്യാർത്ഥികൾ ഡിഗ്രി പഠനത്തിന് ശേഷം ഇൻറ്റേൺഷിപ്പ് അല്ലെങ്കിൽ ട്രെയിനി അക്കൗണ്ടൻറ്റ് എന്നൊക്കെ പേരിട്ട് വളരെ ചുരുങ്ങിയ ശമ്പളത്തിന് 1-2 വർഷങ്ങൾ ജോലി ചെയ്യേണ്ടി വരുന്നത്. നോക്കൂ, ഈ ഒരു സ്കിൽ സെറ്റ് നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ കരിയറിനെ സംബന്ധിച്ച് ഏതാനും വർഷങ്ങൾ നമുക്ക് ലാഭിക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ പോയിന്റ് ഫണ്ടമെൻ്റൽ നോളജ് എന്നുള്ളതാണ്. ഒരു അക്കൗണ്ടൻ്റ് ഒരു സ്ഥാപനത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് റെക്കോർഡ് ടു റിപ്പോർട്ട്. അതായത് ഒരു ട്രാൻസാക്ഷൻ ആ സ്ഥാപനത്തിൽ നടന്നാൽ അത് റെക്കോർഡ് ചെയ്യുന്നത് മുതൽ അത് റിപ്പോർട്ടാക്കി പ്രസൻറ്റ് ചെയ്യുന്നത് വരെയാണ് ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോലി. ഒരു സാമ്പത്തിക ഇടപാട് നടന്നാൽ അത് ഏതൊക്കെ ലെഡ്ജറിനെ ക്രെഡിറ്റ് ചെയ്യണം, ഏതിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, ആ ട്രാൻസാക്ഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ബാലൻസ് ഷീറ്റിനെയും ഏത് തരത്തിൽ അഫക്റ്റ് ചെയ്യും തുടങ്ങിയ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരു അക്കൗണ്ടൻ്റ് അറിഞ്ഞിരിക്കണം. ഒരു പരിധിവരെ ബികോം അല്ലെങ്കിൽ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ചിലപ്പോൾ ഉണ്ടായേക്കാം. ഇതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി ഇൻഡസ്ട്രിയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന കുറച്ചധികം സ്കിൽ സെറ്റ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഒരു അക്കൗണ്ടൻ്റ് ദിനേന എന്നോണം ബന്ധപ്പെടേണ്ടി വരുന്നതുമായ ഒരു സ്കിൽ സെറ്റാണ്, ഒരു സ്കില്ലാണ് GSTയുമായി ബന്ധപ്പെട്ട സ്കിൽ. രണ്ടാമത്തെ പോയിന്റ് GST ആണ്. ഓരോ ദിവസവും GSTയുടെ നിയമങ്ങൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും 1-2 വ്യക്തികൾ അല്ലെങ്കിൽ 1-2 സ്ഥാപനങ്ങൾ ചെയ്യുന്ന നിയമ ലൂപ്പ് ഹോൾസ് കണ്ടുപിടിച്ച് അവർ ചെയ്യുന്നതിനെ പൂട്ടാൻ വേണ്ടി ഗവൺമെൻറ് ഓരോ ദിവസവും പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയാണ്. അത് പക്ഷേ ഇൻഡസ്ട്രിയെ മൊത്തമായിട്ടാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു അക്കൗണ്ടൻറ്റിന് മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, GST ഫയൽ ചെയ്യുന്നു, GST രജിസ്ട്രേഷൻ എടുക്കുന്നു തുടങ്ങിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു അക്കൗണ്ടൻറ്റിനെ കൊണ്ട് ഒരു കമ്പനി ചെയ്യിപ്പിക്കാൻ സാധ്യതയില്ല. ഇതിനെ എങ്ങനെ മറികടക്കാം? കാരണം ഒരാളൊരു സ്ഥാപനത്തിൽ അക്കൗണ്ടൻ്റായി ജോയിൻ ചെയ്താൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവർ പഠിക്കാനൊരു അവസരം ഒരു പരിധിവരെ നൽകിക്കൊള്ളണമെന്നില്ല. ഒരു ചെറുകിട സ്ഥാപനത്തെ സംബന്ധിച്ച് ജോയിൻ ചെയ്യുന്ന അന്നു മുതൽ അക്കൗണ്ടൻറ്റ് ജോലി ചെയ്ത് തുടങ്ങേണ്ട ഒരാളാണ്. ഈ ഒരു അപര്യാപ്തതയെ മറികടക്കാൻ ഒരു ഷോർട്ട് കട്ടാണ് എൻട്രിയുടെ BFC കോഴ്സ് എന്ന് പറയുന്നത്. കാരണം BFC കോഴ്സിൽ ഒരു സിമുലേറ്റഡ് വെബ്സൈറ്റ് ഗവൺമെൻറ്റിൻ്റെ GSTയുടെ രജിസ്ട്രേഷൻ, അതിൻ്റെ റിട്ടേൺ ഫയലിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി നിങ്ങൾക്ക് ചെയ്തു പഠിക്കാൻ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് അതേ മാതൃകയിൽ വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഒരു 80% ഈ ഒരു പ്രാക്ടിക്കൽ നോളജ് ഈ മോക്ക് വെബ്സൈറ്റുകളിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻകം ടാക്സ്. ഒരു അക്കൗണ്ടൻറ്റ് ഫ്രീക്വൻ്റായി ഇടപെടേണ്ടി വരുന്ന ഒരു മേഖലയാണ് ഇൻകം ടാക്സ്. TDS, TCS തുടങ്ങിയവയെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ അറിഞ്ഞിരിക്കണം. TDS എത്ര കളക്ട് ചെയ്യണം, എത്ര ഡിഡക്റ്റ് ചെയ്യണം തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഓരോ ഇൻഡസ്ട്രിക്കും വ്യത്യസ്തമാണ്. ഈ വക കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൂന്നാമത്തേതും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു മേഖലയാണ് EPF, ESI. അതായത് 10-ൽ കൂടുതൽ ജോലിക്കാരുള്ള ഒരു സ്ഥാപനത്തിൽ നിർബന്ധമായും PFും ESIയും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് രാജ്യത്തെ നിയമം. ഒരു ചെറുകിട സ്ഥാപനത്തെ സംബന്ധിച്ച് 10-ൽ കൂടുതൽ തൊഴിലാളികൾ ഉണ്ടാകുന്നത് സുപരിചിതമാണ്, നോർമലാണ്. സോ ഒരു അക്കൗണ്ടൻ്റായി അത്തരത്തിലൊരു കമ്പനിയിലേക്ക് ഒരാൾ ജോലി ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും PF, ESI തുടങ്ങിയ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ചും കൃത്യമായി അറിവുള്ളവനായിരിക്കണം. ബാങ്കിംഗ് ആണ് പ്രധാനപ്പെട്ട മറ്റൊരു മേഖല. ഏത് ബിസിനസ്സിനെ സംബന്ധിച്ചും എത്ര ചെറുതോ വലുതോ ആകട്ടെ ഒരു ബാങ്ക് അക്കൗണ്ടും അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. ഒരു പരിധിവരെ മിക്ക സ്ഥാപനങ്ങളും ഫണ്ടിങ്ങിനായി ബാങ്കുകളെയാണ് ആശ്രയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ എംപ്ലോയബിലിറ്റിയെ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂവിനെ തീർച്ചയായും ഉയർത്തും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്
സോഫ്റ്റ്വെയർ പ്രൊഫഷ്യൻസി എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടൻറ്റിനെ സംബന്ധിച്ച് അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയറിൽ നിർബന്ധമായും പ്രൊഫഷ്യൻസി ഉണ്ടാവണം. അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ പലതാണ്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ മറ്റ് സോഫ്റ്റ്വെയറുകളിൽ നിങ്ങൾക്ക് 1-2 ദിവസത്തിനുള്ളിൽ പഠിച്ചെടുക്കാൻ കഴിയും. ഉദാഹരണത്തിന് ടാലി ERP എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ, ടാലിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനാണ് ടാലി പ്രൈം. ടാലി പ്രൈമിൽ നിങ്ങൾക്ക് പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ മറ്റ് സോഫ്റ്റ്വെയറുകളായ സോഹോ ബുക്സ്, ക്വിക്ക് ബുക്ക്, പേജ്ട്രീ തുടങ്ങിയവയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഫ്രണ്ട് എൻഡിൽ മാത്രമേ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ഈ പറഞ്ഞ 6 സ്കിൽസ്, ഫണ്ടമെൻ്റൽ നോളജ്, GST, ഇൻകം ടാക്സ്, EPF, ബാങ്കിങ്, സോഫ്റ്റ്വെയർ പ്രൊഫഷ്യൻസി, ഈ ഒരു 6 സ്കിൽ സെറ്റുകൾ നിങ്ങൾ സ്വായത്തമാക്കിയാൽ നിങ്ങളുടെ കരിയറിലെ 2 വർഷം നിങ്ങൾക്ക് ലാഭിക്കാൻ സാധിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് നേരിട്ടൊരു അക്കൗണ്ടിംഗ് കരിയറിലേക്ക് 1-2 വർഷം അഡ്വാൻസ് ചെയ്ത് പ്രവേശിക്കാൻ ഈ സ്കിൽ സെറ്റ് ധാരാളമാണ്. ഈ സ്കിൽ സെറ്റുകൾ കൊണ്ട് കരിയറിൽ ഒരു ബെറ്റർ എൻട്രി നിങ്ങൾക്ക് കിട്ടും. കരിയറിൽ ഗ്രോത്ത് ഉണ്ടാവാൻ കുറച്ചധികം സ്കിൽ സെറ്റ് ആവശ്യമാണ്. ബീങ് ആൻ അക്കൗണ്ടൻറ്റ് ടു എ ഫൈനാൻസ് മാനേജർ, കുറച്ചുകൂടി സ്കിൽ സെറ്റ് നമ്മൾ അക്വയർ ചെയ്യണം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു.